കർമ്മം ജീവിതത്തിൽ ഭാഗ്യ സൗഭാഗ്യങ്ങളെ നിശ്ചയിക്കാനുള്ള പേനയാണ്. മുന്നും നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിലും തീർച്ചയായിട്ടും നമുക്ക് ഭാഗഭാക്കാണ്. ഈ സമൂഹത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമൂഹത്തിൽ നടക്കുന്നതായിട്ടുള്ള അന്യായങ്ങളും അത്യാചാരങ്ങളും കണ്ടിട്ട് സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി യാതൊരു രീതിയിലും അവനാലാകുന്ന കർമ്മം ചെയ്യാതെ ജീവിക്കുന്നത് ഇതും വാസ്തവത്തിൽ തെറ്റ് തന്നെയാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ വേനൽക്കാലം വന്നാൽ ചൂടനുഭവിക്കേണ്ടി വരും, വർഷക്കാലം വന്നാൽ മഴ കൊള്ളാതിരിക്കാനുള്ള സംരക്ഷണം തേടേണ്ടി വരും. മഴക്കാലത്ത് ഞാനെൻ്റെ വീട്ടിലിരുന്നോളാം, എനിക്ക് മഴയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് വെള്ളപ്പൊക്കം വന്നാൽ അനുഭവിക്കുക തന്നെ വേണം. അതുപോലെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തോടും നമുക്ക് നമ്മുടേതായിട്ടുള്ള കടമയുണ്ട്, കർത്തവ്യമുണ്ട്. ഈ ഭൂമിയിലേക്ക് വന്ന നമ്മളെല്ലാവരും തന്നെ കർമ്മം എന്ന പേന കൊണ്ട് ഭാഗ്യം വരയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെങ്കിലും ആ കർമ്മം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അവരെ കൊണ്ട് ശ്രേഷ്ഠകർമ്മം ചെയ്യിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ഓർത്ത് പോവുകയാണ്. ഒരാൾ ഒരു വഴിപോക്കൻ നടന്നു പോയിക്കൊണ്ടിരിക്കെ വഴിയോരത്ത് ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു ആപ്പിൾ മരവും ആ ആപ്പിൾ മരത്തിൽ നിറയെ പഴങ്ങളും കണ്ടു. കണ്ടത് കണ്ണാണ്. കണ്ണ് കണ്ടു. കണ്ണിനെന്തായാലും പോയിട്ട് ആപ്പിൾ പറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കണ്ണ് കാലിൻ്റെ സഹായം എടുത്തു. കാല് നടന്നു പോയി മരത്തിൻ്റെ താഴെ ചെന്നു. കാലിനെന്തായാലും ആപ്പിൾ പറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൈ ആപ്പിളിനെ പറിച്ചു. പറിച്ച കൈക്ക് ആപ്പിൾ തിന്നാനാവില്ല. അതുകൊണ്ട് വായ ആപ്പിൾ കഴിച്ചു. വായയ്ക്ക് വായിൽ ആപ്പിൾ പിടിച്ചു നിൽക്കാനാവില്ല. അതുകൊണ്ട് അത് താഴേക്ക് ഇറക്കി. വയറ്റിൽ ചെന്നു. ആപ്പിൾ സ്വസ്ഥമായി നല്ല മധുരിക്കുന്ന ആപ്പിൾ കഴിച്ചു. വയറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കഴിയുമ്പോഴേക്കും കണ്ടു ആ തൊടിയുടെ ഓണർ കാണുകയാണ് ഇങ്ങനെതാ ഒരാൾ നമ്മുടെ ആപ്പിൾ പറിച്ചു കഴിക്കുന്നു. ദേഷ്യത്തോടെ പിന്നിൽ നിന്ന് ഓടി വന്ന അയാൾ അടിച്ചു. അടി കൊണ്ടത് പുറത്തിനാണ്. പുറം പറയുകയാണ്, ഓ വെറുതെ ഞാൻ അടി കൊണ്ടു, ആപ്പിൾ തിന്നത് ഞാനല്ലല്ലോ എന്ന്. പക്ഷേ പുറത്ത് അടി കൊണ്ടപ്പോൾ അത് വേദനിച്ചു പോയി വല്ലാതെ. കണ്ണിൽ നിന്ന് വെള്ളം പുറത്തേക്കൊഴുകി. ആപ്പിൾ കണ്ടതും കണ്ണാണ്, അതുകൊണ്ട് കരയേണ്ടി വന്നതും കണ്ണിനാണ്. അതുകൊണ്ട് ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ ഭാഗഭാക്കാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അനന്തരഫലം അനുഭവിക്കാൻ കൂടി നമ്മൾ തയ്യാറായിരിക്കണം. അതുകൊണ്ട് ഈ ലോകത്തിൽ എല്ലാവരും, ഞാൻ എൻ്റെ ജീവിതം സ്വസ്ഥമായി ജീവിക്കുന്നുണ്ട്, എല്ലാവരും അവനവരുടേതായിട്ടുള്ള കർമ്മത്തിൽ എങ്ങനെയാങ്ങ് ജീവിക്കട്ടെ എന്ന് കരുതി നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പുറത്തിന് അടി കൊള്ളുമ്പോൾ കണ്ണിന്ന് കണ്ണീരൊഴുകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കർമ്മത്തെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കുകയും സ്വന്തം സങ്കല്പം, വാക്ക്, കർമ്മം, ശ്വാസം, സമയം, സങ്കല്പം, ശരീരം, മനസ്സ്, ധനം, ഈ എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള ഊർജ്ജത്തിനെയും പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ, അതിനെ നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി, നന്മയ്ക്ക് വിനിയോഗിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ബന്ധിതരാണ്. ഇന്ന് ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ, നാളത്തെ കാര്യം നാളെ ആലോചിക്കാമെന്ന് വിചാരിച്ചാൽ നാളെ കണ്ണീര് വരുമ്പോൾ കണ്ണീര് കൊണ്ട് കണ്ണ് നിറയുമ്പോൾ മുന്നിലുള്ള കാഴ്ചകളൊന്നും കാണുകയില്ല. നിങ്ങൾ വേണമെങ്കിൽ അനുഭവിച്ചവരോട് ചോദിച്ചാൽ അറിയാം. വെള്ളം കണ്ണിൽ നിറഞ്ഞു കഴിഞ്ഞാൽ മുന്നിലത്തെ കാഴ്ചയെല്ലാം അവ്യക്തമായി പോകും. ദുഃഖം ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ എങ്ങനെയാണ് പോവേണ്ടത് എന്ന് മനസ്സിലാകാതെ അത് ചില്ലിട്ട പോലെ, വെള്ളം നിറഞ്ഞ പോലെ അവ്യക്തമാവും. അതുകൊണ്ട് ജീവിതത്തിൽ സുഖം അനുഭവിക്കുന്ന സമയത്ത്, അതായത് മനസ്സ് ശാന്തമായി സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നല്ല കാര്യങ്ങളെ മനസ്സിലാക്കാനും നല്ലതിന് വേണ്ടി പ്രവർത്തിക്കാനും ശാന്തമായ മനസ്സുള്ളപ്പോൾ തയ്യാറാവുകയാണെങ്കിൽ നാളെ അശാന്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും, നിങ്ങൾ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെന്ന് എത്തിപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് ദുഃഖത്തെപ്പോലും സുഖത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ സാധിക്കും. അശാന്തമായ സാഹചര്യത്തിൽ ശാന്തിയുടെ അനുഭവം ചെയ്യാൻ സാധിക്കും, മറ്റുള്ളവർക്ക് കൊടുക്കാനാവും. അതുകൊണ്ട് കർമ്മത്തെ, ശ്രേഷ്ഠ കർമ്മത്തെ തിരഞ്ഞെടുക്കേണ്ടതും ശ്രേഷ്ഠമായിരിക്കുന്ന സൗഭാഗ്യം ഉണ്ടാക്കേണ്ടതും നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. കാരണന്മാർ ചെയ്ത ഫലം നമ്മൾ അനുഭവിക്കാറില്ല, അല്ലെങ്കിൽ എൻ്റെ മുൻഗാമികൾ ചെയ്ത ഫലം ഞാൻ അനുഭവിക്കില്ല. എൻ്റെ കർമ്മഫലം തന്നെയാണ് ഞാൻ അനുഭവിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആ തറവാടിൻ്റെ ഉള്ളിൽ, ആ വീടിൻ്റെ ഉള്ളിൽ എല്ലാവരെയും അന്തരീക്ഷം ഇങ്ങനെയൊക്കെയാണ്. അവിടേക്ക് ആ ജനിച്ചു വീണ കുട്ടി എന്താ ഉത്തരവാദി എന്ന് ചോദിച്ചാൽ ആ വീട്ടിലേക്ക് ജനിക്കാൻ അവൻ എന്തുകൊണ്ടേ നിമിത്തമാക്കപ്പെട്ടു, അതവൻ്റെ കർമ്മഫലം തന്നെയാണ്. അതുകൊണ്ട്
അതുകൊണ്ട് കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഒരാൾക്കും സാധ്യമല്ല. ഈ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശ്രേഷ്ഠ കർമ്മം എന്തെന്ന് മനസ്സിലാക്കുകയും കർമ്മ അകർമ്മ വികർമ്മത്തിൻ്റെ ഗതിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശ്രേഷ്ഠ കർമ്മത്തിലൂടെ സുകർമ്മത്തിലൂടെ സദാ സുഖം നൽകാനും സുഖമെടുക്കാനും കൊടുക്കാനുമുള്ളതായിരിക്കുന്ന ജീവിതമാക്കി മാറ്റേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും അത്യാവശ്യമാണ്. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.